So the general solution is x is equal to a1 e raised to alpha 1t plus a2 e raised to alpha 2t. This is the general form. So ഇപ്പോൾ നമുക്ക് alpha 1 ഉം alpha 2 ഉം അറിയാം. So I can substitute that alpha 1 and alpha 2 here. That is our solution equation will be x is equal to a1 e raised to alpha 1 ന് പകരം minus k plus root of k square minus omega 0 square into t plus a2 e raised to minus k minus root of k square minus omega 0 square into t. This is the solution of damped harmonic oscillator, a general solution. Okay, equation 4. ഇനി അതിൽ നിന്ന് കോമൺ ഫാക്ടർ എടുത്ത് ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു, ഓർ ഐ ക്യാൻ റൈറ്റ് ദാറ്റ് സൊല്യൂഷൻ ആസ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി ഇൻറ്റു എ വൺ ഇ റേസ് ടു root of k square minus omega 0 square into t plus a2 into e raised to minus root of k square minus omega 0 square into t. Put it as equation number 5, where a1 and a2 are arbitrary constants whose values depend on initial conditions of motion. Okay, so this is the general solution. 4 ഉം 5 ഉം എന്ന് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ 4 and 5 equation നമുക്ക് എന്തിനെങ്കിലും യൂസ് ചെയ്യാൻ ആവശ്യമുണ്ട് ഇനി ഭാവിയിൽ. Okay, we are going to describe 3 different cases related to this damped harmonic oscillator using these 2 equations. Sorry, equations alla solutions. Okay, fourth equation um fifth equation um വെച്ചിട്ട് നമ്മൾ 3 cases നെ explain ചെയ്യാൻ പോവാണ് ഇനി damped harmonic oscillator ന്റെ. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ എന്തൊക്കെ ചെയ്തു? damped harmonic oscillator ന്റെ definition പറഞ്ഞു, പിന്നെ differential equation പറഞ്ഞു. ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് നമ്മളൊരു ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ഡിപ്പെൻഡിങ് ഓൺ ദ റിലേറ്റീവ് വാല്യൂസ് ഓഫ് കെ ആൻഡ് ഒമേഗ സീറോ. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ആ ഇക്വേഷനിൽ, അതായത് ആ സൊല്യൂഷനിൽ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സീറോ സ്ക്വയർ എന്നുള്ളൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അല്ലേ? അതിനകത്ത് കെയും ഒമേഗ സീറോയിനെയും വെച്ചിട്ടാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കെ ആൻഡ് ഒമേഗ സീറോ, ആൻഡ് using that two factors or that two values, there arises 3 different cases. First case is overdamped case, that is k greater than omega 0. Second one is critical damped case, that is k equal to omega 0. And third one is underdamped case, that is k less than omega 0. ഈ 3, അപ്പോൾ ഇതിലൊന്ന് ശ്രദ്ധിച്ചോളുക, 3 കേസസിലും കെയും ഒമേഗ സീറോയുമാണ്. കെ സ്ക്വയറും ഒമേഗ സീറോ സ്ക്വയറും അല്ല. ആ റൂട്ടിൻ്റെ ക്വാണ്ടിറ്റിക്കകത്ത് ദർ വാസ് കെ സ്ക്വയർ ആൻഡ് ഒമേഗ സീറോ സ്ക്വയർ, ബട്ട് ഹിയർ ആസ് വി കൺസിഡർ ദ 3 കേസസ്, ഹിയർ വി ആർ ഗോയിങ് ടു ടേക്ക് ഓൺലി ദ വാല്യൂസ് കെ ആൻഡ് ഒമേഗ സീറോ, സ്ക്വയർ എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് 3 കേസസിനെ നമ്മളിനി ഡിസ്ക്രൈബ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഈ 3 കേസസിൽ വാട്ട് വിൽ ബി ദ ഡാമ്പിംഗ് എഫക്റ്റ്. ഓക്കെ, അത് ഓസിലേറ്ററി ആണോ നോൺ ഓസിലേറ്ററി ആണോ ഈ 3 കേസസിൽ നമുക്ക് കിട്ടുന്നതെന്നുള്ളതാണ് വി ആർ ഗോയിങ് ടു ഫൈൻഡ്. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ഓസിലേറ്ററി മോഷൻ ഓർ നോൺ ഓസിലേറ്ററി മോഷൻ ഇൻ ദീസ് 3 കേസസ്, അതിനെ പറ്റിയാണ് നമ്മളിനി ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് സീ ദ ഫസ്റ്റ് കേസ്, ഓവർ ഡാംപ്ഡ് കേസ്, ദാറ്റ് ഈസ് കെ ഗ്രേറ്റർ ദാൻ ഒമേഗ സീറോ. അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ടേക്ക് ഇക്വേഷൻ 4. ഓക്കെ, ഇക്വേഷൻ 4 എന്ന് പറയുന്നത് ഏതാ? ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു എ വൺ ഇ റൈസ് ടു മൈനസ് കെ പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സീറോ സ്ക്വയർ ഇൻറ്റു ടി പ്ലസ് എ ടു ഇൻറ്റു ഇ റൈസ് ടു മൈനസ് കെ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സീറോ സ്ക്വയർ ഇൻറ്റു ടി. ഇതിനകത്ത് ഈ ഒരു റൂട്ടിനകത്ത ക്വാണ്ടിറ്റിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കേസസിന്. ഓക്കെ, ഈ 2 റൂട്ടിനകത്ത ടേംസിന്. അപ്പോൾ ഓവർ ഡാംപ്ഡ് കേസ് ആയതുകൊണ്ട് തന്നെ കെ ഗ്രേറ്റർ ദാൻ ഒമേഗ സീറോ ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇഫ് ദ ഡാമ്പിംഗ് ഈസ് സോ ഹൈ സച്ച് ദാറ്റ് കെ ഗ്രേറ്റർ ദാൻ ഒമേഗ സീറോ, ദെൻ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സീറോ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബീറ്റ. ദാറ്റ് ഈസ് എ റിയൽ ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് എ പോസിറ്റീവ് വാല്യൂ. ആലോചിച്ച് നോക്കൂ, കെ ഗ്രേറ്റർ ദാൻ ഒമേഗ സീറോ ആണ് അല്ലേ? അപ്പോൾ കെ 2 ഒമേഗ സീറോ 1 ആണ് വാല്യൂ എങ്കിൽ ദ ആൻസർ വിൽ ബി എ positive value. Okay, that's why here we say it as a real quantity. Our real quantity in orayna we are going to assume it as beta. Now therefore the equation or the solution in the case of overdamped, what will be the solution in the case of overdamped? It will be, therefore equation 4 becomes x is equal to a1 e raised to minus k plus
റൂട്ടിൻ്റെ സ്ഥാനത്ത് ബീറ്റ കൊടുക്കുന്നു. ദാറ്റ് ഇസ് ദ റിയൽ ക്വാണ്ടിറ്റി ഇൻറ്റു ടി പ്ലസ് a2 e raised to minus k minus beta into t. Put it as equation number 6. Since k is greater than beta, both the terms on RHS decreases exponentially with time without changing direction. ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാതെ തന്നെ k greater than beta ആയതുകൊണ്ട് എന്താണ് RHS terms എന്ന് പറയുന്നത് decreases exponentially. That is there in both the terms, first termലും second termലും e raised to ആണ് വന്നേക്കുന്നത് അല്ലേ, മൈനസ് കെ പ്ലസ് പ്ലസ് ബീറ്റ അല്ലേ, അതുപോലെ മൈനസ് കെ മൈനസ് ബീറ്റ. ദാറ്റ് മീൻസ് ഇറ്റ് ഡിക്രീസസ് എക്സ്പൊണൻഷ്യലി വിത്ത് ടൈം. ഒരു മൈനസ് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇ റേസ് ടു മൈനസ് കെ മൈനസ് ബീറ്റ ഇൻറ്റു ടി ആൻഡ് ഇ റേസ് ടു മൈനസ് കെ പ്ലസ് ബീറ്റ ഇൻറ്റു ടി എന്ന് വരും അല്ലേ. അപ്പോൾ ആ ഇ റേസ് ടു മൈനസ് മീൻസ് ഇറ്റ് ഈസ് 1/e ഓർ ഇറ്റ് ഈസ് എ ഡിക്രീസിങ് എക്സ്പൊണൻഷ്യൽ ഇൻ ടേംസ് ഓഫ് ടൈം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് RHS decreases exponentially with time without changing direction. Thus the motion is non-oscillatory motion. Here the motion is non-oscillatory, or such a motion is called deadbeat അല്ലെങ്കിൽ aperiodic motion. Okay, അതായത് എക്സ്പോണൻഷ്യൽ ഒരു മാക്സിമം വാല്യൂവിൽ നിന്ന് ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഇറ്റ് വിൽ ഡിക്രീസസ് എക്സ്പോണൻഷ്യലി വിത്ത് ടൈം വിത്തൗട്ട് ചേഞ്ചിങ് ദ ഡിറക്ഷൻ. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലേക്ക് നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസ് ആലോചിക്കുകയാണെങ്കിൽ നമ്മളൊരു ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ബോബിനെ എന്താണ് കൊണ്ടുവന്നതിന് ശേഷം വി റിലീസ് ദാറ്റ് ബോബ് റൈറ്റ്. അപ്പോൾ എയിൽ നിന്ന് അത് ബിയിലേക്ക് പോയിട്ട് ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് വരുന്നതാണ് കംപ്ലീറ്റ് ഓസിലേഷൻ ആണല്ലോ. ബട്ട് ഹിയർ ഇറ്റ് ഡിക്രീസസ് എക്സ്പൊണൻഷ്യലി. ഡാംഡ് കേസ് ആയതുകൊണ്ട് തന്നെ ഡിക്രീസസ് എക്സ്പൊണൻഷ്യലി വിത്ത് ടൈം. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിലെത്തി അതങ്ങ് ഡിക്രീസ് ആയി ഓൾമോസ്റ്റ് സീറോയ്ക്ക് അടുത്ത് എത്തുന്നില്ല, എന്നാലും അവിടെ അങ്ങ് ഡിക്രീസിങ് എഫക്റ്റ് ആണ്. ബിയിലോട്ട് അത് എത്തുന്നില്ല, അവിടെ ഡാംഡ് എഫക്റ്റ് ഉണ്ടായേക്കുന്നു. ദാറ്റ് മീൻസ് ദ മോഷൻ ഈസ് നോൺ ഓസിലേറ്ററി, ഓർ വി ക്യാൻ സേ ഇറ്റ്സ് കോൾഡ് ഡെഡ് ബീറ്റ് ഓർ എപീരിയോഡിക് മോഷൻ. Its main application is in deadbeat galvanometer. So these are the points related to overdamped case. Overdamped case il ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സൊല്യൂഷൻ കിട്ടിയതിലേക്ക് റിയൽ ക്വാണ്ടിറ്റി ആണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂവിനെ കൊടുക്കുന്നു അല്ലേ, ബീറ്റ എന്നുള്ള വാല്യൂവിനെ കൊടുക്കുന്നു. അതാണ് നമ്മളുടെ ഓവർ ഡാംഡിൻ്റെ കേസിലെ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററി കിട്ടുന്നത്. അത് കഴിഞ്ഞാൽ വി നീഡ് ടു conclude that overdamped case. What type of motion is it? എന്താണ് ആ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്? That is decreasing exponentially with time അല്ലേ. The solution represents the decrease in എന്താണ് level അല്ലേ, decreasing level with exponentially with time without changing direction. ഇനി ആ മോഷൻ നോൺ ഓസിലേറ്ററി മോഷൻ ആണെന്നും അതിൻ്റെ മറ്റൊരു പേരാണ് ഡെഡ് ബീറ്റ് ഓർ അപീരിയോഡിക് മോഷൻ. അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡെഡ് ബീറ്റ് ഗാൽവനോമീറ്റേഴ്സിനാണ്. Okay, so this is what the graphical representation for overdamped case. ഇതുപോലെ തന്നെ നമ്മൾ ഇനി ക്രിട്ടിക്കൽ ഡാംഡും അണ്ടർ ഡാംഡ് കേസും പറയും. അതിൽ ഓവർഡാംഡ് കേസ് നിങ്ങൾക്ക് തന്നെ കാണാം. ഓവർഡാംഡ് കേസ് ഇസ് ദ ഫസ്റ്റ് വൺ. ഹിയർ യു ക്യാൻ സീ ഇൻ ദ ഫിഗർ. ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആവശ്യമുള്ളതാണ്. അതിൽ നമ്പർ 1 ഏതാണെന്ന് നോക്കിക്കൊള്ളുക, വരച്ചേക്കുന്നത് ഓവർഡാംഡ്. ഹിയർ ഇറ്റ് ഈസ്. അതായത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഒരു എ എന്നുള്ള പൊസിഷനിൽ നിന്ന്, ഒറിജിനിൽ നിന്നല്ല ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. വൈ ആക്സിസിലെ ഡിസ്പ്ലേസ്മെന്റും എക്സ് ആക്സിസിലെ ടൈമുമാണ്. ദിസ് ഗ്രാഫ് ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെന്റ് ടൈം കർവ് ഫോർ ഡാംഡ് ഹാർമോണിക് ഓസിലേഷൻ. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഓർ ടൈം കർവ്, ഡിസ്പ്ലേസ്മെന്റ് ടൈം കർവ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എ എന്നുള്ള പൊസിഷൻ നമ്മൾ, അല്ലെങ്കിൽ മാക്സിമം പൊസിഷൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഈ ഒരു പോയിന്റ് ആണ്. ഓക്കെ, this is the maximum point, this one. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് വേണം ഓസിലേഷൻ, 3 ഓസിലേഷൻസും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന മാക്സിമം പോയിന്റിൽ നിന്നാണ്, ഒറിജിനിൽ നിന്ന് അല്ല. അപ്പോൾ ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചോളുക ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ. എന്നിട്ട് എന്താണ് ഓവർ ഡാംഡ് കേസിൽ വന്നേക്കുന്നത്? നമുക്ക് പറഞ്ഞേക്കുന്നത് എന്താ? ഡിക്രീസസ് എക്സ്പോണൻഷ്യലി. ദ സൊല്യൂഷൻ റെപ്രസെൻറ്റ്സ് ദാറ്റ് ഇറ്റ് ഡിക്രീസസ് എക്സ്പോണൻഷ്യലി വിത്ത് ടൈം അല്ലേ. അതായത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയതിന് ശേഷം ഒരു ഡിക്രീസിങ് എഫക്റ്റ് അതിങ്ങനെ കാണിച്ച് എന്നാൽ സീറോയിലേക്ക് എത്തുന്നുമില്ല. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഓവർ ഡാംഡ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഓസിലേറ്ററി. അതായത് ഓസിലേഷൻ എഫക്റ്റ് അവിടെ ഇല്ല. മുകളിലത്തെ പാർട്ടിൽ മാത്രമേ ഗ്രാഫ് കാണിക്കുന്നുള്ളൂ, താഴോട്ടേക്ക് ഓസിലേറ്ററി മോഷൻ കാണിക്കുന്നില്ല. ഓക്കെ, ഇനി
ക്രിട്ടിക്കൽ ഡാംഡിൻ്റെ കേസിലാണെങ്കിലോ ഇതേപോലെ തന്നെ, പക്ഷേ വൈ ആക്സിസിന് കുറച്ചും കൂടെ ഫ്രണ്ടിലായിട്ട് അടുത്തായിട്ട് വരും അല്ലേ. ഓവർ ഡാംഡിൻ്റെ അത്രയും എക്സ്ട്രീമിലല്ല, കുറച്ചും കൂടെ വൈ ആക്സിസിന് ചേർത്താണ് ക്രിട്ടിക്കൽ ഡാംഡ്. നമ്പർ 2 നിങ്ങൾക്ക് കാണാം. ഓക്കെ, ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ ഡാംഡ്. ഹിയർ ഓൾസോ ദർ ഇസ് നോട്ട് എ, ഇറ്റ് ഈസ് നോട്ട് എ it is not an oscillatory motion. അതായത് that motion is called non-oscillatory motion. അവിടെയും നിങ്ങൾക്ക് കാണാം ഒരു സിംഗിൾ ലൈൻ, പക്ഷേ അത് സീറോയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, ടച്ച് ചെയ്തില്ലെങ്കിലും കുറച്ചും കൂടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ബിക്കോസ് k ഈക്വൽ ടു ω0 ആണ് ക്രിട്ടിക്കൽ ഡാംഡിങ്ങിനെ പറയുന്നത്. ഇനി അണ്ടർ ഡാംഡിങ് കേസ് അല്ലെങ്കിൽ ഓസിലേറ്ററി എന്ന് പറയുന്നത്, ഹിയർ ദ മാക്സിമം പോയിന്റിൽ നിന്ന് അത് ആംപ്ലിറ്റ്യൂഡ് വന്നേക്കുന്നു, അത് കഴിഞ്ഞ് ഇറ്റ് ഷോസ് എ നെക്സ്റ്റ് ലെവൽ പോയിന്റ്, അതെ ബി ലേക്ക് എത്തുന്നു. ദാറ്റ് ഈസ് ദർ അണ്ടർഗോ ഓസിലേറ്ററി മോഷൻ. അതായത് മാക്സിമത്തിൽ നിന്ന് അടുത്ത നെഗറ്റീവ് പോയിന്റിലേക്ക് വരുന്നുണ്ട്, നെഗറ്റീവ് ക്വാഡ്രന്റിലേക്ക് വരുന്നുണ്ട്, അത് കഴിഞ്ഞ് പിന്നെയും ആംപ്ലിറ്റ്യൂഡ് അപ്പുറത്തേക്ക് പോകുന്നു, പിന്നെയും ഇങ്ങനെ ഡാമ്പിങ് എഫക്റ്റ് അവിടെ ഉണ്ടാകുന്നു. അതായത് കുറഞ്ഞു വരുന്നു. ഈ ആംപ്ലിറ്റ്യൂഡിൻ്റെ ലെവല് കുറയുന്നതിന് വേണ്ടിയാണ് എക്സ്ട്രീം എൻഡ്സിൽ നിങ്ങൾക്ക് ഡോട്ടഡ് ലൈൻസ് കാണാവുന്നത്. ഇവിടെയും ഒരു ഡോട്ടഡ് ലൈൻ നിങ്ങൾക്ക് കാണുന്നുണ്ട്, ഇവിടെയും നിങ്ങൾ ഡോട്ടഡ് ലൈൻ കാണുന്നുണ്ട് അല്ലേ. ആ ഡോട്ടഡ് ലൈൻ കാണുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഓസിലേറ്ററി മോഷൻ അണ്ടർ ഡാംഡ് കേസിൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ആ ഗ്രാഫിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്ത് വരുവാണ്. ടൈം പോകുന്നതനുസരിച്ച്, കൂടുന്നതനുസരിച്ച് ഡിക്രീസ് ചെയ്ത് വരുവാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് കാണിച്ചിരിക്കുന്നതാണ്. ഓക്കെ, സോ ദീസ് 3 ഗ്രാഫ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്നെങ്കിൽ ഇത് കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് ഗ്രാഫ് വരയ്ക്കാം, അല്ലെങ്കിൽ സിംഗിളായിട്ട് ഓരോ കേസസ് പറയുമ്പോൾ അവിടെ ഗ്രാഫ് വരയ്ക്കാം. ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുന്നതിനേക്കാട്ടിലും കമ്പൈൻ ചെയ്ത് ഒറ്റ ഇതിൽ വരച്ചാൽ മതി. സോ യു ക്യാൻ മാനേജ് ടൈം. ഓക്കെ, ടൈം മാനേജ് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ഈ ഗ്രാഫ് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. സോ നെക്സ്റ്റ് ഇസ് ക്രിട്ടിക്കൽ ഡാംഡ് കേസ്, ദാറ്റ് ഇസ് k ഈക്വൽ ടു ω0. വെൻ k ഈക്വൽ ടു ω0 we take the quantity root of k square minus ω0 square is equal to 0 അല്ലേ. kയും ω0യും ഈക്വൽ ആണെങ്കിൽ നമ്മുടെ ഈ റൂട്ടിൻ്റെ ക്വാണ്ടിറ്റി 0 ആയിരിക്കും. ദെൻ ഇക്വേഷൻ 4 will become x is equal to a1 e raised to minus k plus root of k square minus ω0 square into t plus a2 e raised to minus k minus root of k square minus ω0 square into t. അതാണ് നമ്മുടെ ഇക്വേഷൻ 4. അതിൽ റൂട്ടിൻ്റെ ടേംസ് 0 ആകും. Then what will happen? X is equal to, അപ്പോൾ എന്ത് പറ്റും? X is equal to a1 e raised to minus k plus 0 into t plus a2 e raised to minus k minus 0 into t. Okay? അപ്പോൾ ആ 0 മാറ്റിക്കളയുമ്പോൾ നമുക്ക് എന്ത് കിട്ടാം? X is equal to a1 e raised to minus k into t plus a2 e raised to minus k into t. Common factor എടുക്കാവേ. X is equal to a1 plus a2 into e raised to minus kt is equal to b into e raised to minus kt. Put it as equation number 7. Here you can see there is only one solution. Even if it is a1 plus a2, both are arbitrary constants, രണ്ടും കോൺസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ കമ്പൈൻ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതായത് b എന്നുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത് അല്ലേ. അത് ആംപ്ലിറ്റ്യൂഡ് തന്നെയാണ്. പക്ഷേ ഇവിടെ കിട്ടിയിരിക്കുന്നത് സിംഗിൾ സൊല്യൂഷൻ ആണ്. ആസ് അവർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് എ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, d2x/dt² എന്നുള്ള ഇക്വേഷനാണ് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കിട്ടിയത് അല്ലേ. അപ്പോൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ട് how many solutions will be there? There will be 2 solutions. But here, as per this equation 7, we have only one solution. So to get that second solution, അല്ലെങ്കിൽ second solution നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെക്കൻഡ് സൊല്യൂഷൻ ആയിട്ട് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ 2 സൊല്യൂഷൻസ് കിട്ടണമെങ്കിൽ, let us consider root of k square minus ω0 square as small letter h instead of 0. 0യ്ക്ക് പകരം ഒരു h എന്ന് പറഞ്ഞ ഒരു വാല്യൂ കൊടുക്കുന്നു, where h is a very small quantity, that is let it be 0. What 0 0 0 0 1. ഓക്കെ, അങ്ങനെ എത്ര വേണമെങ്കിലും ഡെസിമൽ പോയിന്റ്സ് ആവാം. let it be for example 10 raised to minus 12, അല്ലെങ്കിൽ 10 raised to minus 36, അല്ലെങ്കിൽ 10 raised to minus 54, അങ്ങനെ എത്രയോ 10 raised to minus 53, whatever. ഓക്കെ, അങ്ങനെ ഒരു വളരെ സീറോയ്ക്ക് ഓൾമോസ്റ്റ് നിയർ ആയിട്ട്, അബ്സല്യൂട്ട്ലി സീറോ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു ഈ റൂട്ട് ടേം.
Okay, so we consider root of k square minus omega 0 square is equal to h, a very small quantity, not a 0 but absolutely equal to 0 എന്നുള്ള condition. Then we can substitute that h value in our equation 5, that is e raised to minus kt. അപ്പോൾ ഇപ്പോൾ കണ്ടല്ലോ 4 5 ആണ് നമ്മളുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു. ആ സൊല്യൂഷനിലെ ഫിഫ്ത്ത് ഇക്വേഷൻ നമ്മൾ എവിടെയൊക്കെ എടുത്തേക്കുന്നത്? ഇവിടെ എടുത്തു അല്ലേ? ഫോർത്ത് ഇക്വേഷൻ എടുത്താലും മതി. എന്നിട്ട് e raised to minus kt പുറത്തേക്ക് എടുത്താൽ മതി. കോൺസ്റ്റന്റ് ടേം അല്ല, എന്താണ്, കോമൺ ഫാക്ടറിനെ. അപ്പോൾ x is equal to e raised to minus kt into a1 e raised to root of k square minus omega 0 square into t plus a2 e raised to minus root of k square minus omega 0 square into t. റൂട്ടിനകത്ത് എന്ത് കൊടുക്കുന്നു? സ്മോൾ ക്വാണ്ടിറ്റി ആയ ഹെച്ചിനെ കൊടുക്കുന്നു. അവസാനം കിട്ടുന്നത് x is equal to e raised to minus kt into a1 e raised to ht plus a2 e raised to minus ht. ഇതിൽ e raised to ht എന്ന് പറയുന്നതിനെ നമ്മൾ we are going to expand this e raised to ht. എന്താണെന്ന് എനിക്കറിയില്ല. We need to find the solution of in terms of critical damped case അല്ലേ? അപ്പോൾ e raised to ht യും e raised to minus ht യും അറിയില്ല. But in maths we have studied that e raised to x, what is it? 1 plus x by 1 factorial plus x square by 2 factorial plus x cube by 3 factorial plus etc. Similarly e raised to minus ht ആണെങ്കിലോ 1 minus x plus x square by 2 factorial minus x cube by 3 factorial plus etc. അല്ലേ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് e raised to ht യും e raised to minus ht യും എക്സ്പാൻഡ് ചെയ്തൂടെ? e raised to x ഉം e raised to minus x ൻ്റെയും രീതിയിൽ എനിക്ക് ഈ ബ്രാക്കറ്റ്സിനകത്ത് കിടക്കുന്ന എക്സ്പൊണൻഷ്യൽ ടേംസിനെ എക്സ്പാൻഡ് ചെയ്യാം അല്ലേ? അപ്പോൾ അതാണ് ഞാനിവിടെ ചെയ്തേക്കുന്നത്. എക്സിന് പകരം ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആസ് ht ആണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. The solution will become x is equal to e raised to minus kt into a1 bracket open ചെയ്യുക. Now we are going to expand e raised to ht, that is 1 plus ht the whole square by 2 factorial plus ht the whole cube ആണ്, cube divided by 3 factorial plus etc. plus a2 into 1 minus ht plus ht the whole square by 2 factorial minus ht the whole cube divided by 3 factorial plus etc. Sorry, ഇവിടെ ht the whole square ആണ് 3 factorialന്റെ മുകളിൽ കിടക്കുന്നത്, ന്യൂമറേറ്ററിൽ കിടക്കുന്നത് ഞാൻ ഇട്ടേക്കുന്നത്. ഇത് 3 ആണ് കേട്ടോ. It is 3. Okay. ഇതും അതുപോലെ സ്ക്വയർ അല്ല, 3 ആണ്. Okay, since h is a small quantity, its higher power can be neglected. h small quantity ആണെന്ന് പറഞ്ഞു അല്ലേ? അതായത് 10 raised to minus 12 ആവാം, അല്ലെങ്കിൽ 10 raised to എന്താണ് minus 57 ആവാം, ഏതാവാം അല്ലേ? മൈനസേ ആകാൻ പറ്റുള്ളൂ. 10 raised to 57 എന്ന് പറഞ്ഞാൽ it will be higher value. So മൈനസ് ടേംസ് എക്സ്പൊണൻഷ്യലിൻ്റെ ടേംസ് അല്ലെങ്കിൽ 10 raised to എന്ന് പറയുന്നത് മൈനസേ ആവാൻ പറ്റുള്ളൂ. 1 divided by ഫ്രാക്ഷൻ ലെവലിൽ നമുക്ക് ക്വാണ്ടിറ്റിയെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ, ബിക്കോസ് ഇറ്റ്സ് എ സ്മോളർ ക്വാണ്ടിറ്റി. സോ higher powers of this smaller quantity will be, ഇപ്പോൾ 10 raised to minus 12 ആണെങ്കിൽ അതിൻ്റെ 10 raised to minus 12ൻ്റെ സ്ക്വയർ എടുത്താൽ എന്തായിരിക്കും? 10 raised to minus 24 ആകും അല്ലേ? അതേപോലെ അതിൻ്റെയും വീണ്ടും സ്ക്വയർ എടുത്താൽ പിന്നെയും ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കും. So these higher powers can be neglected. So our above equation will be, or the solution for this critical damped case is x is equal to e raised to minus kt into a1 into 1 plus ht plus a2 into 1 minus ht. ബാക്കി ഉള്ള ടേംസ് എല്ലാം, ഈ ടേംസുകളെല്ലാം നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. ഹയർ പവേഴ്സിൻ്റെ ടേംസ് എല്ലാം, h സ്ക്വയറിൻ്റെ ടേംസും h ക്യൂബിൻ്റെ ടേംസും എല്ലാം നെഗ്ലക്റ്റ് ചെയ്യുന്നു. ബാക്കി കിട്ടുന്നത് ഫസ്റ്റ് 2 ടേംസ് മാത്രമാണ്. ഓക്കെ, ഇനി sorry. So our solution will become x is equal to e raised to minus kt into a1 plus a2 plus a1 minus a2 into h into t. ഓക്കെ, അതിനകത്ത് കോമൺ ഫാക്ടേഴ്സിനെ അറേഞ്ച് ചെയ്ത് എടുത്തു. അതായത് റിയൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ a1 plus a2 എവിടെയൊക്കെ ഉണ്ടോ അതിനെ മാറ്റിയിട്ടു, പിന്നെ h into a1 minus a2 into t. Or I can write x is equal to e raised to minus kt into ആംപ്ലിറ്റ്യൂഡ്സ് ആഡ് ചെയ്തതിന് d plus
1 minus a2 into h is considered as e into t. Put it as equation number 8, where capital D is a1 plus a2 and capital E is h into a1 minus a2. This equation shows that initially the displacement increases due to the factor d plus et. That means if we consider t as 0, small letter t ക്ക് initial time എന്ന് പറയുന്നത് 0 seconds ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 8 എന്ത് വരും? 0 seconds ആണെങ്കിൽ എന്ത് വരും? e raised to 0 അല്ലേ? അതായത് മൈനസ് കെ ഇൻറ്റു 0 വരും. അപ്പോൾ e raised to 0 ഇൻറ്റു പിന്നെന്ത് വരും? ക്യാപിറ്റൽ ഡി പ്ലസ് e ഇൻറ്റു 0 അല്ലേ? or it is d into 1 എന്ന് വരും. കാരണം എന്താ? e raised to 0 is 1. Okay, e raised to 0 is 1 and d plus e into 0 means it is d. So 1 into d, it is d. അപ്പോൾ ഇനീഷ്യൽ ടൈമിൽ t equal to 0 സെക്കൻഡ്സിൽ ഇനീഷ്യൽ ടൈമിൽ എന്താണ് നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്? ക്യാപിറ്റൽ ഡി എന്നായിരിക്കും വാല്യൂ. ദാറ്റ് ഈസ് a1 പ്ലസ് a2 അല്ലേ? a1 പ്ലസ് a2 ആയിരിക്കും. ഇനി അടുത്ത സെക്കൻഡ് ആണെങ്കിലോ, t equal to 1 സെക്കൻഡ് ആണെങ്കിലോ, what will be the solution? That is e raised to minus k into d plus e എന്ന് വരും അല്ലേ? അവിടെ എന്തോ വന്നേക്കുന്നത്? e raised to minus k എന്നുണ്ട് ഒരു ഫാക്ടർ അല്ലേ? e raised to minus k. That means there is a decreasing effect. e raised to minus k എന്നുള്ള എക്സ്പൊണൻഷ്യൽ ടേമിന്റെ ഒരു ഡിക്രീസിങ് എഫക്റ്റ് അവിടെ വന്നു കഴിഞ്ഞു. അതായത് ക്യാപിറ്റൽ ഡി എന്ന ഫസ്റ്റ് 0 സെക്കൻഡ്സിൽ ക്യാപിറ്റൽ ഡിയിൽ ഉണ്ടായിരുന്ന വാല്യൂ സെക്കൻഡ് ടൈമിൽ അതായത് 1 സെക്കൻഡിൽ എത്തിയപ്പോഴത്തേക്കും ഡിക്രീസിങ് എഫക്റ്റ് കാണിച്ചു. പിന്നെ അതേപോലെ 2 സെക്കൻഡ്സ് വരുമ്പോഴത്തേക്കും എഗെയിൻ വാട്ട് വിൽ ഹാപ്പൻ? ഡി പ്ലസ് 2e ഇൻറ്റു e raised to minus 2k എന്ന് വരും അല്ലേ? അവിടെ e raised to minus 2k എഫക്റ്റ് വരും. അതുപോലെ 3 സെക്കൻഡ്സ് വരുമ്പോഴത്തേക്കും എഗെയിൻ e raised to minus 3k എന്ന് വരും. അപ്പോൾ ഓരോ തവണയും ഇയുടെ പവേഴ്സ് -1, -2, -3 എന്ന് പറഞ്ഞ് അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. ദാറ്റ് മീൻസ് അറ്റ് ദ ഫസ്റ്റ് പോയിന്റ് ഓർ ദ 0 സെക്കൻഡ് ഇറ്റ് വാസ് എ ഹയർ വാല്യൂ a1 plus a2 or d, and for the next seconds it is decreasing suddenly. Okay, it is decreasing exponentially with time. That is what here written. എന്താണ് explanation or conclusion നോക്കിക്കോ. This equation shows that initially the displacement increases due to the factor d plus et, but as time elapses the exponential term becomes relatively more important and the displacement returns continuously from the maximum value to 0, faster than overdamped case. So this type of motion is called just a periodic motion or non-oscillatory motion, and this is known as critical damped case. The application is in pointer type instruments like galvanometer, where the pointer moves at once to take a correct position and stays at this position without any oscillation. അപ്പോൾ ആദ്യം initially ഒരു maximum value ഉണ്ടായിരുന്നു due to the factor d plus et, and later on as the time elapses it decreases exponentially with time. And എന്താണ്? This d plus et എന്ന് പറയുന്ന factor becomes more, or the exponential factor, d plus et അല്ല sorry, exponential term becomes more important. That is e raised to minus k വരും, minus 2k വരും, e raised to minus 3k അങ്ങനെ അങ്ങനെ പോകും അല്ലേ? It will become more important and the displacement returns continuously from maximum to 0, faster than overdamped. That's why this type of motion is called just a periodic or non-oscillatory motion. This is what critical damping means. Hope it's clear. So next is case 3, the last case, that is underdamped case, k less than omega 0. If the damping is very low, അതായത് k less than omega 0 ആണെങ്കിൽ നമ്മുടെ റൂട്ടിന്റെ ക്വാണ്ടിറ്റി എങ്ങനെ വരും? Root of k square minus omega 0 square will be a imaginary quantity അല്ലേ? അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. കാരണം അതിനകത്ത് k ആണ് കുറവ് അല്ലേ? k കുറവാണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് എഫക്റ്റ് വരും. അപ്പോൾ ആ ഒരു ഇമാജിനറി ക്വാണ്ടിറ്റിയിലേക്ക് ഞാൻ കൺസിഡർ ചെയ്യാൻ പോവാണ് നമ്മുടെ റൂട്ട് ക്വാണ്ടിറ്റിയെ. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് റൂട്ട് ഓഫ് മൈനസ് ഞാൻ പുറത്തെടുക്കുന്നു ഇൻറ്റു ഒമേഗ 0 സ്ക്വയർ മൈനസ് k സ്ക്വയർ, ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് 1 is I, അല്ലേ? ബിക്കോസ് I square is equal to -1.
which you have studied in your maths classes. Complex numbers പഠിക്കുന്നിടത്ത് നിങ്ങൾ അത് പഠിക്കുന്നതാണ്. So I can write, instead of this root of minus, I can write it as I. And there is another term, that is root of omega 0 square minus k square, that is omega. So here root of k square minus omega 0 square is written as I omega, where I is equal to root of minus 1 and omega is equal to root of omega 0 square minus k square. Now substitute this I omega in our equation 5. Solution the equation like we substitute ചെയ്യാൻ പോവാ. Now equation 5 becomes x is equal to e raised to minus kt into a1 e raised to root ന് പകരം I omega t plus a2 e raised to minus I omega t. Okay, next step is we are going to expand this e raised to I omega t and e raised to minus I omega t. എങ്ങനെ? In maths class you have studied e raised to ix and e raised to minus ix. E raised to ix എന്ന് പറയുന്നത് it is cos x plus I sin x, and e raised to minus ix എന്ന് പറയുന്നത് it is cos x minus I sin x. So I can expand it, that is x is equal to e raised to minus kt into a1 cos omega t plus I sin omega t plus a2 cos omega t minus I sin omega t. As x being a real quantity, both a1 plus a2 and I into a1 minus a2 must be real. Okay, അപ്പോൾ ഇവിടെ ഞാൻ common factor ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് arrange ചെയ്ത് എടുക്കാൻ പോവാണ്. So a1 plus a2 must be complex quantities. So our solution equation will be, അതിനകത്ത് common factors, അതായത് cos omega t factors I sin omega t factors നെ ഒരുമിച്ച് എഴുതുന്നു. That is e raised to minus kt into a1 plus a2 into cos omega t plus I into a1 minus a2 into sin omega t. Now substituting this a1 plus a2 and I into a1 minus a2, and substitution കൊടുത്തിട്ട് we are going to find this solution in terms of a solution of oscillatory motion. അതായത് simple harmonic motion ൽ നമുക്ക് ഒരു solution കിട്ടിയിട്ടുണ്ട്. ഓർക്കുന്നുണ്ടാവും നിങ്ങൾ smaller classes പഠിച്ചത്, that is amplitude into sine function. അതേ ഫോർമാറ്റിൽ we are going to find the solution in this underdamped case. So for that, let us assume a1 plus a2 is equal to a0 sin phi. Okay, a0 sin phi, that is amplitude into sine function, plus a1 plus a2, not a1 plus a2, it is I into a1 minus a2. Okay, it is I into a1 minus a2. Okay, അപ്പോൾ a1 plus a2 is equal to a0 sin phi and I into a1 minus a2, that is considered as a0 cos phi. Okay, a1 plus a2 in a0 sin phi I into a1 minus a2, അതായത് ഈ ഫാക്ടറിന് a0 sin phi I into a1 minus a2 എന്ന ഫാക്ടറിന് a0 cos phi കൊടുക്കുന്നു. ഓക്കെ, കൊടുത്തു നോക്കാം. x is equal to എന്ത് വരും? e raised to minus kt into a1 plus a2 ന് പകരം it will become a0 sin phi into cos omega t plus I into a1 minus a2 into sin omega t ൽ it will become a0 cos phi sin omega t. അതിന് common factor I can take a0 outside. So it will become a0 e raised to minus kt into എന്താണ് cos omega t already is there. It's there, cos omega t into sin phi plus sin omega t cos phi. Okay, ഇനി ഈ ഫോർമാറ്റ് നോക്കിക്കേ, you have studied this format in your maths class, that is cos a plus cos a sin, okay, or it is sin a cos b plus cos a sin b. നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. Okay, sin a cos b plus cos a sin b, അതെന്തായിരുന്നു? sin a plus b. അതേ ഫോർമാറ്റിലാണ് നമ്മൾ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. എന്താണ്? sin omega t cos phi plus cos omega t sin phi. So I can write the solution equation as a0 e raised to minus kt into sin omega t plus phi. This equation is put as equation number 9, and this equation 9 is our solution for underdamped case. See, our solution format on the it has an amplitude function, that is a0 e raised to minus kt into a sine function. So it is in the form of oscillatory motion.
So this is the equation of or the solution of damped harmonic oscillator where amplitude of oscillation is A0 e raised to minus kt which decreases exponentially with time. അപ്പോൾ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്കൊരു ഡാമ്പിംഗ് എഫക്റ്റ് ആ ആംപ്ലിറ്റ്യൂഡിന് കിട്ടിക്കഴിഞ്ഞു. കണ്ടല്ലോ, ഇ റേസ് ടു മൈനസ് കെ ടി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആ ആംപ്ലിറ്റ്യൂഡിനുണ്ട്. സോ ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സൊല്യൂഷൻ ഓഫ് എസ് എച്ച് എം ആൻഡ് ഡാംഡ് ഹാർമോണിക് ഓസിലേഷൻ. എസ് എച്ച് എമ്മിൽ ഇറ്റ് വാസ് ക്യാപിറ്റൽ എ സൈൻ ഒമേഗ ടി omega 0 t plus 5. Here it is a0 e raised to minus kt sin omega t plus 5. It is not omega 0, it is omega t because omega in varayna it is root of omega 0 square minus k square. Okay, hence this is an oscillatory motion. As the solution is in the form of SHM form, we can say this motion is oscillatory motion. Clear? So this is what the third case. And now from these three cases or from this underdamped case, ഈ മൂന്ന് കേസസിൽ നിന്ന് we are considering the underdamped case because it is the oscillatory motion case. In that sense, I can take angular frequency omega as root of omega 0 square minus k square and period capital T is 2 pi by omega. Okay. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ ഒമേഗ 0 ആണ്. ആസ് കെ സ്ക്വയർ ഇസ് കൺസിഡർഡ് ആസ് എ സ്മോളർ ക്വാണ്ടിറ്റി ഇൻ അണ്ടർഡാംഡ് കേസ് k is considered as a smaller quantity in underdamped case, k square can be neglected. So omega എന്ന് പറയുന്നത് that is a lesser value compared to omega 0 and also in that sense time period എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒമേഗ lesser quantity ആണെങ്കിൽ time period will be a greater one, that is omega is in ന്യൂമറേറ്റർ അല്ലേ, അപ്പോൾ ടൈം പീരീഡ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഹെൻസ് ദിസ് ഇസ് എ ഷോർട്ട് ക്വസ്റ്റ്യൻ. ഇതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് വെച്ചാൽ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിൽ എന്തെല്ലാമാണ് നമ്മൾ കിട്ടുന്ന എഫക്റ്റ് അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യുന്നത് എന്തെല്ലാമാണ്, വാട്ട് ആർ ദ ടു എഫക്ട്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഡാമ്പിംഗ് effect or the damped harmonic oscillator. The effects produced in damped harmonic oscillators are, one is amplitude of oscillator decreases exponentially with time, that is capital A is equal to A0 e raised to minus kt. അതാണ് damped harmonic ന്റെ ആദ്യത്തെ എഫക്റ്റ്. രണ്ടാമത്തത് angular frequency of oscillation, that is omega decreases and time period of oscillation increases. Okay, these are the two effects produced in damped harmonic oscillator or the conclusion. അപ്പോൾ ഇത്രയും ഒരു essay ആയിട്ട് ചോദിച്ചാൽ you have to write up to this. So thank you for watching this video. This is an important essay question, damped harmonic oscillator. Study well. എന്തെങ്കിലും doubt ഉണ്ടെങ്കിൽ comment ചെയ്യുക. So I hope you have understood this video. Thank you for watching. Bye. Stay safe.